പ്രിയപ്പെട്ട ഏവർക്കും നമസ്കാരം. ഹാപ്പി സൺഡേ. ടൗണിനടുത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല വില കുറച്ച് ഒരു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റി റോഡ് എൻ്റെ വരുന്ന സ്ഥലത്തായതുകൊണ്ട് വാഹനങ്ങളുടെ തിക്കും തിരക്കില്ല. നല്ല പ്രൈവസി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഗൾഫ് മലയാളി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലാണ് നിലവിൽ വീട് പണിതിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൽ കുറച്ച് വീടുകൾ വർക്ക് നടക്കുന്നുണ്ട്. വീടുകളുടെ സെൻട്രലായിട്ട് ഒരു 12 അടിയോളം വഴിയും വരുന്നുണ്ട്. രണ്ട് ഭാഗത്തേക്കും നല്ല ഷേപ്പിലാണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. സിറ്റ് ഔട്ടിൽ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് മാത്രമല്ല A to Z നിലവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിലവിൽ പെയിൻറ്റിങ്ങും അതുപോലെ ഫ്ലോറിംഗ് വർക്കും ചില്ലറ വർക്കുകളും പെൻഡിങ് ഉണ്ട്. എല്ലാം ചെയ്തെടുത്താൽ മൊത്തമായിട്ടുള്ളൊരു വീടാണത്. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ്. നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ലിവിങ് ഹാൾ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ 2 ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട്. ബെഡ്റൂമിൻ്റെ ഡോറുകളാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ബെസ്റ്റ് ഡോറുകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അലമാരയുടെ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ഈ വാർഡ്രോബിൻ്റെ ഒരു ഡോറൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡോറും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്റൂം ആക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ലിവിങ് ഹാളിനേക്കാൾ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലത്തെ പോലെ തന്നെ ഈ ടേബിളിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ നല്ലൊരു ഷോക്കേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തും ഒരുപാട് നമുക്ക് സ്റ്റിച്ചിങ് വർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സ്പേസ് അവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടാണ് നമ്മളുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. ഇനി വിസ്താരമായിട്ടുള്ള ഇവിടുത്തെ അടുക്കളയിലേക്ക് ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം ഒരു പുക പിടിച്ച പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുള്ള കാരണം ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസിലുള്ള കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡോറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടുക്കളയാണ് ഇവിടെ. പെട്ടെന്ന് സിനിമാ തിയേറ്ററിലേക്ക് എത്തിയ പോലൊരു ഫീലിംഗ് ആണ്. വർക്ക് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് വരുന്നത്. ധാരാളം പാത്രങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഏത് വേനൽക്കാലത്തും വറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടെയാണ് ഇവിടെ. ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം തുണികളൊക്കെ ഇടുക കാരണം കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാത്തത്. അവിടെ നേരെ നമ്മൾ കടന്നു വരുന്നിട്ട് ഹാളിലേക്ക് വരുമ്പോൾ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ്, മുട്ടുവേദന വരില്ല കേട്ടോ, അത് ഉറപ്പാണ്. നല്ല അടച്ചുറപ്പുള്ള ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഓപ്പൺ ടെറസിൽ നിന്ന് കിട്ടുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ടൗണിനടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് 5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീട് 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. ഈ സ്ഥലം വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഏവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഹാപ്പി സൺഡേ. താങ്ക് യു.